NCP സംസ്ഥാന നേതൃയോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. AK ശശീന്ദ്രന്റെ മന്ത്രിമാറ്റ ചർച്ചയും NCP സംസ്ഥാന നേതൃത്വത്തിലെ പടലപ്പിണക്കവും ഇന്നത്തെ യോഗത്തിൽ പ്രധാനപ്പെട്ട ചർച്ചയാവുകയാണ്. മന്ത്രിമാറ്റത്തിനായി ശക്തമായി വാദിക്കുന്ന PC ചാക്കോ പക്ഷം മുഖ്യമന്ത്രിയുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തോമസ് കെ തോമസ് മന്ത്രിയാകുന്നതിൽ ഇടതുപക്ഷത്തിന്റെ അതൃപ്തി മുഖ്യമന്ത്രി അറിയിച്ചെന്നാണ് വിവരം. തോമസ് കെ തോമസിനെ അനുകൂലിക്കുന്നവർ ഇന്നത്തെ യോഗത്തിൽ എന്ത് നിലപാടെടുക്കും എന്നതും ശ്രദ്ധേയമാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷ മുന്നണിയിൽ നിന്നും NCP പുറത്തേക്ക് വരാനുള്ള സാധ്യതയും കുറവാണ്. NCP LDF വിടില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ വ്യക്തമാക്കി. UDF-ൽ ചേരുമെന്നത് ചിലരുടെ ഭാവനാ സൃഷ്ടി മാത്രമാണ്. മന്ത്രിസ്ഥാനം സംബന്ധിച്ച പാർട്ടിയുടെ തീരുമാനത്തിൽ മാറ്റമില്ലെന്നും ഇത് മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ടെന്നും PC ചാക്കോ പറഞ്ഞു. ഞങ്ങൾ LDF-ൽ നിന്ന് NCP മാറുമെന്ന നിലയിലുള്ള ചില പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അത് നടക്കുന്നതിൻ്റെ മുഖ്യമായ ഉത്തരവാദിത്തം കേരളത്തിലെ ഞങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കൾക്കാണ്. ഞങ്ങൾ മനസ്സാ വാച അറിയാത്ത ചില കാര്യങ്ങൾ ഞാൻ പേരെടുത്ത് പറയുന്നില്ലെങ്കിൽ ചില മാധ്യമ സുഹൃത്തുക്കൾ രാവിലെ മുതൽ പറയാറുണ്ട്, ഇപ്പോൾ ഞങ്ങൾ UDF-ൽ നിന്നിലേക്ക് പോകും എന്ന് പറയാറുണ്ട്. അത് അവരുടെ ഒരു ഭാവനാ സൃഷ്ടി മാത്രമാണ്. മന്ത്രി മാറ്റത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ അഭിപ്രായം ഞങ്ങൾ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. അവസാന തീരുമാനം എവിടെയാണ് എന്താണെന്നൊക്കെ പറയാൻ ഞാനൊരു ഒരു ഭാവി കാര്യങ്ങളൊന്നും പ്രവചിക്കാൻ കഴിയുന്ന ആളല്ലല്ലോ. ഞങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായം ഞങ്ങൾ മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അത് മുഖ്യമന്ത്രിക്ക് ചില അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ട്. അത് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു. അത് യുക്തമായൊരു തീരുമാനം അക്കാര്യത്തിൽ മുഖ്യമന്ത്രി എടുക്കും. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ അഭിപ്രായമുണ്ട്. അഭിപ്രായം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. കുട്ടനാട് സീറ്റ് CPM ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്ന് AK ശശീന്ദ്രൻ. അത്തരം ആലോചന ഇതുവരെ ഇല്ലെന്നും ശശീന്ദ്രൻ വ്യക്തമാക്കി. ഒരു MLA മുഖ്യമന്ത്രിയെ കാണുന്നത് പാർട്ടിയിലെ ആഭ്യന്തര കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മാത്രമാണ് എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നതിനാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലവുമായി ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങളില്ലേ? ഞാൻ മുഖ്യമന്ത്രിയെ കാണുന്നത് ഭരണപരമായ നിരവധി കാര്യങ്ങളില്ലേ? പാർട്ടി നേതാക്കന്മാർ മുഖ്യമന്ത്രിയെ കാണുന്നത് സമകാലിക കേരള രാഷ്ട്രീയ പ്രശ്നങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്താനല്ലേ? അതിനൊക്കെ നിങ്ങളൊരു സ്വാഭാവികമായ കൂടിക്കാഴ്ചകൾക്കപ്പുറം അസ്വാഭാവികമായ ഒരു അടിയന്തര കൂടിക്കാഴ്ചയോ ചർച്ചയോ NCP നേതാക്കന്മാർ ഒറ്റക്കോ കൂട്ടായോ ഒന്നും നടത്തുന്നില്ല. ഡാനി പോളുണ്ട് ചേരുന്നു. ഡാനി, NCP-ലെ സംഘടനാ പ്രതിസന്ധി അതിരൂക്ഷമാണ്. തർക്കം അവസാനിക്കുന്നില്ല. ഇതിനിടയിലാണ് മുന്നണി മാറ്റ ചർച്ചകളെ പാർട്ടി നേതൃത്വം നിഷേധിക്കുകയും ചെയ്യുന്നത്. ഇന്നത്തെ യോഗം എത്ര കണ്ട് നിർണായകമാണ്? എപ്പോഴായിരിക്കും യോഗം ആരംഭിക്കുക? സജിത്ത്, യോഗം അല്പസമയം മുമ്പ് ആരംഭിച്ചു. എല്ലാ നേതാക്കളും തന്നെ പ്രധാനപ്പെട്ടവരെല്ലാം തന്നെ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ നേരത്തെ മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞതുപോലെ ഇതിൽ മറ്റു ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. പക്ഷെ നമുക്ക് അതിന്റെ ഒരു വാസ്തവം അറിയാവുന്നതാണ്. ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയും അതോടൊപ്പം തന്നെ തോമസ് കെ തോമസിന്റെ ആവശ്യം മുഖ്യമന്ത്രി നിരാകരിച്ചു എന്ന വിഷയമാണ് മുന്നിലുള്ളത്. ഈ വിഷയത്തിലേക്ക് PC ചാക്കോ അധികം നമ്മൾ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും അത് ആ വിഷയത്തിലേക്ക് അധികം കൊണ്ടുപോകുന്നില്ല എന്നതാണ്. പാർട്ടി തീരുമാനങ്ങൾ അത് കൃത്യമായി അറിയിച്ചിരിക്കുന്നു. അത് മുഖ്യമന്ത്രിയെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വാചകം, മുഖ്യമന്ത്രിക്ക് ഈ കാര്യങ്ങളിൽ ചില അധികാരവും അവകാശവുമുണ്ട് എന്ന് പറയുന്നത്. അതായത് മുഖ്യമന്ത്രിക്ക് PC ചാക്കോ പാർട്ടി തീരുമാനം അറിയിച്ചു. പക്ഷെ മുഖ്യമന്ത്രിയുടെ തീരുമാനം എതിരാണെങ്കിലും അദ്ദേഹം അതിനോട് മുഖ്യമന്ത്രിയുടെ തീരുമാനത്തോട് സമരസപ്പെടുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത് LDF-ൽ തുടരുന്നതിന് അത്യന്താപേക്ഷിതവുമാണ്. അതുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലും കാര്യങ്ങളിലുമെല്ലാം NCP LDF-ൽ തന്നെ തുടരുമെന്ന് തന്നെയാണ്. മറ്റൊരു അവസരത്തിൽ അവർക്കത് ഗുണകരമാവില്ല, മറ്റൊരു തീരുമാനവും ഗുണകരമാകില്ല എന്നൊരു രാഷ്ട്രീയ വിവേചനത്തിലാണ് NCP വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും മറ്റ് ചർച്ചകളിലേക്കില്ല എന്നവർ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ തോമസ് കെ തോമസിനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ തോമസ് കെ തോമസ് തന്നെയും പലതവണ NCP നേതൃയോഗത്തിൽ തന്നെ ഇക്കാര്യം പരസ്യമായ യോഗ സ്ഥലത്ത് വെച്ച് തന്നെ മാധ്യമങ്ങളോട് പോലും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ അനുകൂലിക്കുന്നത് ഇക്കാര്യങ്ങളിൽ എന്ത് ചർച്ചകൾക്ക് NCP-യുടെ നേതൃയോഗത്തിൽ തുടക്കമിടും എന്നതാണ് നമുക്ക് അറിയേണ്ടത്. പക്ഷെ രാഷ്ട്രീയപരമായിട്ട് NCP ഇപ്പോൾ LDF-നൊപ്പം തന്നെ ചേർന്ന് മുന്നോട്ട് പോവുക എന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നതെന്നാണ് സംസ്ഥാന അധ്യക്ഷന്റെ വാക്കുകളിൽ തന്നെ വ്യക്തമാകുന്നത്. എന്തായാലും നേതൃയോഗം തുടങ്ങിയിരിക്കുന്നു. ഇനി അത് ഏത് രീതിയിലേക്കാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് എന്നതാണ് അറിയേണ്ടത്. NCP-യുടെ നേതൃയോഗം കൊച്ചിയിൽ ചേരുകയാണ്. മന്ത്രിമാറ്റ ചർച്ചകൾ വീണ്ടും ഉയരുകയാണ്. എന്തായാലും മുന്നണി മാറ്റ നീക്കങ്ങൾ ഉണ്ട് എന്ന കാര്യം പാർട്ടി നേതൃത്വം നിഷേധിക്കുന്നു.